അല്ല, ഇതിലൊരു കൊറിയർ ഉണ്ടല്ലോ, താൻ ഇതിനെ നോക്കിയില്ലേ? ഇല്ല സർ, ആരോ നിശ്ചയത്തിന് അയച്ചതാ. ഗ്രീറ്റിംഗ്സ് വല്ലതുമായിരിക്കും. ഇതുവരെ നോക്കാൻ നേരം കിട്ടിയില്ല. കൃഷ്ണയും ദീപവും പറഞ്ഞു സാർ അയച്ച ഗിഫ്റ്റ് ആയിരിക്കും. ഞാൻ എന്തിനാണോ ഗിഫ്റ്റ് തനിക്ക് കൊറിയർ അയക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നാ പോരെ. അതുമല്ല, ആ കാരണം പറഞ്ഞ് എനിക്ക് തന്നെ കാണാൻ ഒന്ന് വരാനും സാധിക്കുമായിരുന്നു. ഓ അങ്ങനെ. അപ്പൊ തൽക്കാലം സാറ് കൊറിയറോടെ വെച്ചേക്ക്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പൊളിച്ചു നോക്കിക്കോളാം. ഓക്കേ. എന്താ സാർ നോക്കുന്നത്? അല്ല, താൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. താൻ ചായ തന്നെയാണോ ഉണ്ടാക്കുന്നത്, അല്ല ഇനി വേറെ എന്തെങ്കിലും കുറുക്കിയെടുക്കുകയാണോ നോക്കിയായിരുന്നു? അത് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞാ മതി, കുറുക്കിയതാണോ ചായ ആണോന്ന്. നല്ലൊരു ചായ ഇട്ട് തരാന്ന് വെച്ചപ്പോ നമ്പർ നമ്മുടെ നേരെയായി അല്ലേ? അയ്യോ, സോറി സോറി സോറി, താൻ പിണങ്ങല്ലേ. ചായ കുടിച്ചിട്ട് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. നമ്മൾ പോകുന്നോ? എവിടേക്ക്? അത് താൻ പേടിക്കണ്ടോ, എന്റെ വീട്ടിലേക്ക് തന്നെയാ. തന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്നെ കൂട്ടിക്കൊണ്ടുപോകാനോ? എന്താ സർ കാര്യം? എന്താ വിശേഷിച്ച്? വിശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ രേഖയും രഘുവും തന്നെയും കൂട്ടിച്ചെല്ലാൻ കുറെ നാളായിട്ട് നിർബന്ധിക്കുക. വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാനും മറ്റെന്തൊക്കെയോ പർച്ചേസ് പ്രോഗ്രാം ഉണ്ടെന്നാ പറഞ്ഞത്. അയ്യോ സർ, ഇവിടെ അമ്മ പോലും ഇല്ല. ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? അതിന് താൻ അമ്മയോടൊന്ന് ഫോൺ ചെയ്താ പോരെ. മാത്രമല്ല, എന്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? ഹലോ മോളെ. അമ്മ കേക്കാമോ? ആ കേൾക്കാം. എന്താ മോളെ പറഞ്ഞോ, എന്തു പറ്റി? രവി സാറ് നമ്മുടെ വീട്ടിൽ വന്നു. എന്നെ സാറിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത്. അമ്മയ്ക്കും രേഖാമരത്തിനൊക്കെ എന്നെ കാണണമെന്ന്. പോണോ വേണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ ഫോൺ വിളിച്ചത്. അതിനെന്താ മോളെ, പോയിട്ട് വാ. സാറിന്റെ കൂടെ അല്ലേ? അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ സംസാരിക്കും. സരോജമ്മ, രവിയാണേ. വീട്ടിൽ വിവാഹത്തിന് വേണ്ടി രഘുവും രേഖയും എന്തൊക്കെയോ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ നിർബന്ധം ശ്രീലക്ഷ്മിയും കുട്ടി അങ്ങോട്ട് ചെല്ലാൻ. അതുകൊണ്ടാ ഞാൻ ശ്രീലക്ഷ്മിയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇല്ല സർ, ഒരുപാട് രാത്രിയാവാതെ നേരത്തെ തിരികെ കൊണ്ടാക്കിയാ മതി. ഉറപ്പായിട്ടും അതങ്ങനെ ചെയ്യുള്ളൂ. ശരി സർ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു. എന്നാ ശരി, ഞാൻ ഫോൺ വയ്ക്കാം. ശരി സർ. അപ്പോ അമ്മായിയുടെ പെർമിഷൻ ഓക്കെ. ഇനിയെങ്കിലും താനൊന്ന് പെട്ടെന്ന് റെഡിയായിട്ട് വാ. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് സഹായം? അല്ല, പിന്നെ ഈ ഉദ്ദേശിച്ചത് മനസ്സിലായി. അതൊക്കെ ബുദ്ധിമുട്ടാവില്ല സാറിന്? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു രസമല്ലേ? എന്നാ രസം ഇപ്പോഴേ വേണ്ട, കൊള്ളപ്പെടുവോ? അതെ, ഞാൻ തന്നെ. എന്റെ മകനെ ഞാൻ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തു ഈശ്വര? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഗായത്രിയമ്മേ,
രവിക്കുഞ്ഞിനെ ഇക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ജാതക ചേർച്ച ഇല്ലായ്മയും ജീവഹാനിയും ഒന്നും തന്നെ കുഞ്ഞ് കാര്യമാക്കില്ല. പക്ഷേ ശ്രീലക്ഷ്മിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഗായത്രിയമ്മയ്ക്ക് കഴിയുന്നോ എനിക്ക് തോന്നുന്നു. വിശദീകരിക്കും പോലെ വളരെ കുറച്ചേ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളുവെങ്കിലും അതൊരു നന്ദിയും സ്മരണയും മനസ്സലിവുമുള്ള കുട്ടിയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇനി ആ കുട്ടി വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതെ, അത് ശരിയാണ് ബാലമ്മ. രവിയുടെ ക്ഷേമത്തിനായി ശ്രീലക്ഷ്മി എന്തും ചെയ്യും. കാര്യങ്ങൾ പറഞ്ഞ അവൾക്ക് മനസ്സിലാവുന്ന എനിക്കും തോന്നുന്നത്. വരൂ, നമുക്കിപ്പൊ തന്നെ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാം. ഈ അമ്മയുടെ കണ്ണുനീര് അവൾക്ക് കാണാതിരിക്കാനാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അമ്മേ, മഹാമായേ, എന്റെ രവിക്ക് ഒരാപത്തും വരുത്തരുത്. അവിടുത്തെ തീരുമാനം പോലെ എല്ലാം നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം ഞാൻ അവിടെ സമർപ്പിക്കുകയാണ്. ശ്രീ, ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ എന്ത് കാര്യത്തിനും നമുക്ക് സെർവൻസ് ഉണ്ടാവും. വരും, ഞാൻ എന്റെ ചെറിയ അടുക്കളത്തോട്ടം കാണിച്ചു തരാം. ഇനി വാ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ. ആദ്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായി ശ്രീലക്ഷ്മിയുടെ വക ഒരു സ്പെഷ്യൽ ജ്യൂസ്. ശ്രീ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. ശ്രീക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. അതെന്താണെങ്കിലും പെട്ടെന്ന് തന്നെ യമുനയും സുഗനിയും റെഡിയാക്കി തരും. പിന്നെ പുറത്തെ കാര്യങ്ങൾക്ക് ഗോപി എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോ അതൊരു സന്തോഷല്ലേ. അതുകൊണ്ടാ ഞാൻ നേരിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ശരി, ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് എനിക്ക് ഇഷ്ടമായാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ പറ്റില്ല എന്ന് പറയരുത്. എന്റെ സമ്മതിച്ചോ? ജ്യൂസ് മാത്രല്ല മാഡം, മാഡത്തിന് ഇഷ്ടമുള്ള ആഹാരം എന്തായാലും പറഞ്ഞാ മതി, ഞാൻ ഉണ്ടാക്കി തന്നിരിക്കും. മാഡം ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി, സംഗതി റെഡിയാ. എങ്കിലും ഓക്കെ. താങ്ക് യു വെരി മച്ച് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി തുടങ്ങിക്കോളൂ. യമുന, ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുക്കും. ശരി. പറയൂ മാഡം, മാഡത്തിന് എന്ത് ജ്യൂസാ ഇഷ്ടം? എനിത്തിങ് യുവർ വിഷ്. ഓക്കെ മാഡം. അതെ സർ, സാറിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായ ആ മുറി ഇപ്പോ വേദനകളുടെ ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുന്നു. ആ വേദനകൾ മറക്കാനാ ഞാൻ സാറിന്റെ ജീവിതത്തിലേക്ക് വന്നത്.
എന്താ ശരിയല്ല ഞാൻ പറഞ്ഞത്? എന്നെ സാറിന് ഒരുപാട് ഇഷ്ടമല്ലേ? ഞാനല്ലേ സർ സാറിന്റെ സന്തോഷം. ഞാനാണ് സാറിന്റെ ജീവിതത്തിലെ സന്തോഷമെങ്കിൽ ഇനി ആ മുറി അങ്ങനെ ഒരു വേദനയെ നിലനിർത്തിക്കുന്നതിൽ അർത്ഥമില്ല സർ. അതുകൊണ്ട് നമ്മളുടെ വിവാഹശേഷം നമ്മൾ ആ മുറിയിലാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. സാറിന് സമ്മതമല്ലേ അത്? തന്റെ ഇഷ്ടം അതാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ എനിക്കാകില്ല ശ്രീലക്ഷ്മി. എന്റെ കഴിഞ്ഞകാല ജീവിതം അടഞ്ഞുപൂട്ടി കിടക്കുന്നത് ആ മുറിയില്ല. വീണ്ടും ഒരു സന്തോഷപൂർണമായ ജീവിതം എനിക്കുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ കണ്ടപ്പോൾ മുതലാണ്. തൻ്റെ ഒപ്പമുള്ള ജീവിതം ആ മുറിയിലാകുന്നതിൽ എനിക്ക് സന്തോഷമാണ് ശ്രീലക്ഷ്മി. താൻ അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാനത് സമ്മതിക്കും. മറ്റാർക്കും തുറക്കാത്ത ആ വാതിൽ തനിക്കായിട്ട് തുറക്കും ഞാൻ. താങ്ക് യു സർ. ആ മുറിയിലാണ് ഇനി നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. മുമ്പൊക്കെ സാറിന് താങ്ങാനാവാത്ത വിഷമം വരുമ്പോ ആ മുറിയിൽ കയറിയിരിക്കാറില്ലേ? ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ശ്രീലക്ഷ്മിയുണ്ട് കൂട്ടായിട്ട്. സന്തോഷത്തില് മാത്രല്ല, വിഷമങ്ങളിലും കൂട്ടായിട്ട്. ശ്രീലക്ഷ്മി, ഓ. ഹലോ, രവി സ്പീക്കിംഗ്. രവിയല്ല, രവിചന്ദ്രവർമ്മൻ. ഞാൻ ഗൗരിദാസ് എന്ന GD. മനസ്സിലായി. ആശുപത്രിയിലൊക്കെ പോയി മുറിവൊക്കെ സുഖപ്പെടാറായോ? എങ്ങനെയുണ്ട് കാലിപ്പോ? ഇതാണ് രവിചന്ദ്രവർമ്മൻ, മൈ കൂൾ ബഡി. സത്യം പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് രവി. മരണത്തെ പലതവണയായി ഞാൻ മുഖാമുഖം കാണുന്നു. പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ ജീവനോടെ വിട്ടു. നീ ഏൽപ്പിച്ച മുറിവുകൾ എന്നെ പലതും പഠിപ്പിക്കുകയായിരുന്നു. ഞാനിപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു. എന്റെ ജീവൻ ഭിക്ഷയായി നീ തന്നതല്ലേ? ഇനിയെങ്കിലും നിന്നോട് നന്ദി കാണിക്കേണ്ട സമയമായി എന്നെന്റെ മനസ്സ് പറയുന്നു. വിളിച്ചത് നീ ആയതുകൊണ്ട് ഞാൻ നീ പറഞ്ഞു കേട്ടതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കൂ. ചെന്നായി ആട്ടിൻതോലണിഞ്ഞാലും സ്വഭാവ ഗുണം ചെന്നായിടേത് തന്നെ ആയിരിക്കും. നീ എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. ഏതായാലും ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ സഹായിക്കാനായിട്ടാണ്. നിന്റെ സഹായം സ്വീകരിക്കാനും മാത്രം പരിതാപകരമല്ല എന്റെ സ്ഥിതി. മേലാൽ എന്നെ ഫോൺ വിളിക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് പറയാനുള്ളത് നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് രവി. സർ, ഇത് റോയൽ വെഡിംഗ് കാർഡ് ഡിസൈനിങ് ആണ്. നിങ്ങളുടെ റിച്ച്നെസ്സിന് ഈ കാർഡ് പെർഫെക്റ്റ് ആയിരിക്കും. നോക്കൂ, ഹൗസ് ഇറ്റ്? ഹായ്. രഘു എങ്ങനെയുണ്ട്? വാവ്, വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ അല്ലേ രഘു? ഹാവ് എ ലുക്ക് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമായെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് ഈ കാണുന്ന തന്നെ ഫിക്സ് ചെയ്ത് ഇപ്പൊ തന്നെ ഓർഡർ കൊടുത്തേക്കാം.
അല്ല കുഞ്ഞെ, നമുക്ക് ഗായത്രി അമ്മയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ ഇതൊക്കെ? ബലമ്മ, ഗായത്രി അമ്മയും രവിചന്ദ്രവർമ്മനെയും കാണിച്ച് അവര് സമ്മതം പറഞ്ഞതിന് ശേഷം മാത്രമേ ഓർഡർ നൽകൂ. പ്ലീസ് ബി ക്വയറ്റ്. ചേട്ടായി വന്നല്ലോ. കറക്റ്റ് സമയത്ത് തന്നെ വന്നു ബ്രദറിൻലോ. ശ്രീലക്ഷ്മി വെഡിങ് കാർഡ്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. മേ ബി ശ്രീലക്ഷ്മി കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ബ്രദറിൻലോ ഒന്ന് നോക്കിയേ. ആ സർ, ഇപ്പൊ ഈ കാർഡിനൊപ്പം ഗിഫ്റ്റ് പാക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരും. ഈ കാർഡാണ് ഇപ്പൊ ട്രെൻഡിങ്. ഇതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണെന്ന് തന്നെ പറയാം നമുക്ക്. അനിയത്തി കുട്ടി എന്താ തോന്നിയത്? ഇറ്റ്സ് കൂൾ ബ്രദറിൻലോ, ഇത് മതി നമുക്ക്. പിന്നെ ഒരു കാര്യം കൂടി, പെൺവീട്ടുകാർക്കും കൂടിയുള്ള കാർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. എല്ലാ കാർഡിലും മാറ്റർ സെയിം മതി. ഇറ്റ്സ് ലൈക്ക് രവിചന്ദ്രവർമ്മൻ ആൻഡ് ശ്രീലക്ഷ്മി വെഡിങ് ഇൻവിറ്റേഷൻ. കാർഡിൽ രണ്ട് ഫാമിലിയുടെയും പേര് വെച്ച് രണ്ട് ഫാമിലിയും ചേർന്ന് ക്ഷണിക്കുന്നത് പോലെ വേണം മാറ്റർ വരാൻ. വാവ് രേഖ, നല്ല ഐഡിയ ആണല്ലോ അത്. എന്ത് പറയുന്നു ചേട്ടായി, ഐഡിയ എങ്ങനെയുണ്ട്? നൈസ് തോട്ട് അനിയത്തി കുട്ടി. പെൺവീട് ചെറുക്കം വീട് എന്ന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് രണ്ട് വീട്ടുകാരും ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ, രണ്ട് കുടുംബങ്ങളും ഒന്നാണെന്ന് പറയാതെ പറയുന്ന രീതി. കറക്റ്റ് ബ്രദറിൻലോ. എന്റെ തോട്ട് ബ്രദറിൻലോ കൃത്യമായിട്ട് മനസ്സിലാക്കി. ശ്രീലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. കൊള്ളാം മാഡം. കാർഡ് വായിക്കുന്നവർക്ക് രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഫീൽ ആവും. ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അതിന്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കാണിക്കുന്ന കാർഡ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും. ഈ കാർഡ് ഒന്ന് നോക്കൂ. സിംപ്ലി ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി. വാവ്, സൂപ്പർ. രഘു, ബ്രദറിൻലോ, ഈ കാർഡ് എങ്ങനെയുണ്ട്? ചേട്ടായി ഓക്കെ പറയട്ടെ, അതല്ലേ പ്രധാനം. രഘു, നമുക്കിഷ്ടമാകുന്നതിലല്ല കാര്യം. വരമ്മ, അമ്മയൊന്ന് വിളിച്ച. ശരി. നമുക്കിഷ്ടമാകുന്ന കാര്യങ്ങൾ അമ്മ കൂടെ അംഗീകരിക്കുന്നതാണ് പ്രധാനം. അമ്മ പറയട്ടെ ഏത് കാർഡ് വേണമെന്ന്, അല്ലേ? അമ്മേ, ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് ഒരു വെഡിങ് കാർഡ് സെലക്ട് ചെയ്തു. അമ്മയ്ക്ക് കൂടി ഇഷ്ടമായാലേ ഈ കാർഡ് തീരുമാനിക്കുന്ന ചേട്ടായി പറയുന്നേ. അതെ അമ്മേ. അമ്മയുടെ തീരുമാനം എന്താണെന്ന് പറയൂ. അമ്മയുടെ ആശീർവാദത്തോടെയും സമ്മതത്തോടെയും മാത്രമേ ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അതിന് എന്റെ വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെയാവും. അമ്മ ഒരിക്കലും മക്കളുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അമ്മയ്ക്ക്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ തീർച്ചയായും അമ്മ അംഗീകരിക്കും. ഈ കാർഡിനായാലും വിവാഹത്തിനായാലും അങ്ങനെ തന്നെ. വെരി ഗുഡ്. കാർഡ് മദറിലേക്ക് ഇഷ്ടായി. അവരോട് വരാനും പറഞ്ഞുപോയി. തൽക്കാലം നീ മോളോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അത് പിന്നെ എനിക്കറിയില്ലേ പറയാൻ പാടില്ലെന്ന്. ആ, എന്നാ പിന്നെ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ.
എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലമ്മ. എല്ലാം ശുഭമായി തന്നെ നടക്കുമെന്ന് കരുതി ആശ്വസിക്കാം. എല്ലായ്പ്പോഴും എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് ശരിയാകണമെന്നില്ല. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. രേഖ മാഡം യൂണിക് ഇവന്റ് മാനേജ്മെന്റ്സുമായി സംസാരിച്ചിരുന്നില്ലേ? അവരയച്ച ഒരു സ്റ്റാഫ് എന്നെ കണ്ടിരുന്നു. ID പ്രൂഫൊക്കെ ആയി വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ ഓഫീസിൽ എത്തിയപ്പോഴേക്കും ദേ ഇയാളെല്ലാം റെഡിയാക്കി മുന്നിൽ നിൽക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ നേരെ എങ്ങ് വിളിച്ചോണ്ടുവന്നതാ. മീറ്റ് മിസ്റ്റർ രാജ്മോഹൻ. ഈസ് എ വെഡിംഗ് പ്ലാനർ. നമസ്കാരം മാഡം. നമസ്കാരം സർ. നമസ്കാരം. വാട്ട് ഈസ് ദിസ് രേഖ? എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് നോക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു വെഡിങ് പ്ലാനർ? രഘു, നമുക്ക് അറേഞ്ച്മെന്റ്സ് എല്ലാം വേഗം ചെയ്യണ്ടേ? വെഡിംഗ് പ്ലാനേഴ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാവും. ദേ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. മാഡം പറഞ്ഞത് വളരെ ശരിയാണ് സർ. ഞങ്ങൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും. വി ഹാവ് ഡിഫറെന്റ് പ്ലാൻസ് വിത്ത് അസ്. എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് 1 by 1 ആയിട്ട് ഫിനിഷ് ചെയ്യാം. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ദാറ്റ്സ് ഗുഡ്. സാന്ദ്ര, ഇവരോട് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? യെസ് മാം, എല്ലാം സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ മാരേജ് കഴിയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് ഇവരുടെ കമ്പനി പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. രഘു, ഇപ്പൊ എന്ത് പറയുന്നു? നമുക്ക് കാര്യങ്ങളൊക്കെ ഇവരെ ഏൽപ്പിക്കാന്നാണ് എന്റെ അഭിപ്രായം. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല, എന്തൊക്കെ നിങ്ങളെ പ്ലാൻസ്? അത് പറഞ്ഞില്ല. പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടിൽ രവിവർമ്മനെ ലോക്ക് ചെയ്യണം. അതിനുശേഷം ബാക്കി. ആദ്യം നമുക്ക് വേണ്ടത് പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടാണ് മാഡം. ഇപ്പോഴത്തെ ഒരു ഫാഷൻ അതാണ്. സേവ് ദ ഡേറ്റിനും നമുക്ക് ആ ഫോട്ടോസും വീഡിയോസും ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റ്. സേവ് ദ ഡേറ്റ് നമുക്ക് സെൻസേഷൻ ആക്കണം. ഒരു 10K വ്യൂവേഴ്സ് എങ്കിലും ഫസ്റ്റ് ഡേയിൽ കിട്ടിയ സൂപ്പർ ആയിരിക്കും. തീർച്ചയായും മാഡം. വെഡിംഗ് കപ്പിൾസിന് എപ്പോഴും ലൈഫ് ടൈം മെമ്മറിയാണ് ഈ ഫോട്ടോസും വീഡിയോസും. അതുകൊണ്ട് ഫോട്ടോഷൂട്ട് ആദ്യം നടത്താം. സൂപ്പർ. കണ്ടോ രഘു, നമുക്ക് ഇങ്ങനൊരു പ്ലാൻ തോന്നിയില്ലല്ലോ ഇതുവരെ. അതുകൊണ്ടാണ് എല്ലാ ഫംഗ്ഷനുകൾക്കും ആളുകൾ ഇവരെ പോലുള്ള ഇവന്റ് മാനേജ്മെന്റുകാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഈ ആഡംബരങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ആവശ്യമാണോ രേഖ? മാത്രല്ലോ എന്തായി പറയുന്നത്? നിങ്ങളൊക്കെ ഈ ഓൾഡ് ജനറേഷൻ ആയോണ്ട് അറിയാത്തതാ. വിവാഹമൊക്കെ ഇക്കാലത്ത് വളരെ വലിയ ആഘോഷമല്ലേ? നടക്കാൻ പോകുന്ന വിവാഹം ലൈഫ് ലോങ് മറക്കാതിരിക്കാൻ കുറേയേറെ ആർഭാടങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അതല്ല രേഖ കുഞ്ഞെ, ഇതൊക്കെ രവി കുഞ്ഞിന് ഇഷ്ടപ്പെടുമോന്നാ ഗായത്രി അമ്മ ചോദിക്കുന്നത്. സ്റ്റോപ്പ്.